Hello everyone, welcome back to our channel Clover Teachers, where learning is simple and made just for you. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ് 7th ഹിന്ദിയിലെ ചാപ്റ്റർ 8 ബിർജു മഹാരാജ് സെ സാക്ഷാത്കാരാണ്. ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബിർജു മഹാരാജ് ആരാണ്? ബിർജു മഹാരാജ് Pandit Birju Maharaj was an iconic Indian classical dancer, composer, singer and choreographer, most famous for his work in Kathak style. ഇന്ത്യയിലെ കഥക് നൃത്തത്തിൻ്റെ പ്രധാന ആചാര്യന്മാരിലൊരാളായിരുന്നു ബ്രിജ് മോഹൻ മിശ്ര എന്നറിയപ്പെടുന്ന പണ്ഡിറ്റ് ബിർജു മഹാരാജ്. അറിയപ്പെടുന്ന ഹിന്ദുസ്ഥാനി ശാസ്ത്രീയ സംഗീതജ്ഞൻ ആയിരുന്നു അദ്ദേഹം. നിരവധി കഥക് നൃത്തങ്ങൾ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ലോകമെമ്പാടും നൃത്താവതരണങ്ങൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് പത്മവിഭൂഷൺ, പത്മഭൂഷൺ ബഹുമതികൾ ലഭിച്ചിട്ടുണ്ട്. വാദ്യോപകരണ സംഗീതം, നൃത്ത സംവിധാനം, ഗാനരചന മേഖലകളിലും അദ്ദേഹം ശോഭിച്ചു. അദ്ദേഹം ജനിച്ചത് 4 ഫെബ്രുവരി 1938 നിര്യാതനായത് 16 ജനുവരി 2022. ബിർജു മഹാരാജ് സെ സാക്ഷാത്കാർ. സാക്ഷാത്കാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ്റർവ്യൂ. അപ്പോൾ ബിർജു മഹാരാജിനെ കുട്ടികൾ ഇൻ്റർവ്യൂ ചെയ്യുകയാണ്. കഥക് കി ജബ് ഭി ബാത് ഹോത്തി ഹൈ തോ ഹമാരെ മസ്തിഷ്ക് മേ ഏക് നാം അവശ്യ ആത്താ ഹൈ. കഥക്കിൻ്റെ കാര്യം പറയുമ്പോൾ, കഥക് എന്ന ഈ കലയുടെ കാര്യം പറയുമ്പോൾ നമുക്ക് എന്താണ് ഓർമ്മ വരുന്നത്? ഏക് നാം അവശ്യ ആത്താ ഹൈ, ഒരു പേരാണ് ഓർമ്മ വരുന്നത്. ആരുടെ പേരാണ്? ബിർജു മഹാരാജ്. ബിർജു മഹാരാജിൻ്റെ പേരാണ് ഓർമ്മ വരുന്നത്. എന്താണ് കഥക്? Kathak is one of the 8 major forms of Indian classical dance. The word Kathak is derived from the Sanskrit word Katha, meaning story. Katha എന്ന വേർഡിൽ നിന്നാണ്, നമ്മുടെ മലയാളം വേർഡും കഥ എന്ന വേർഡിൽ നിന്നാണ് കഥക് എന്ന വേർഡ് രൂപപ്പെട്ടത്. കഥക് ഉത്തർപ്രദേശിലെ ഒരു പ്രധാനപ്പെട്ട നൃത്തരൂപമാണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഈ ശാസ്ത്രീയ നൃത്തരൂപം ഉത്ഭവിച്ചത്. ഈ നൃത്തരൂപത്തിൽ കലാകാരന്മാർ പല കഥകളും നൃത്തത്തിലൂടെ അവതരിപ്പിക്കുന്നു. കഥക് നൃത്തത്തിൽ താളാത്മകമായ കാൽപ്പാടുകൾ, മുഖഭാവങ്ങൾ, മനോഹരമായ ശരീരചലനങ്ങൾ എന്നിവയിലൂടെയാണ് കഥ പറയുന്നത്. കഥക് ഈ കല ഉനെ വിരാസത്ത് മേ മിലി തി. വിരാസത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? പൂർവജോൻ സെ പ്രാപ്ത് ഹോനെ വാലി ചീസ്, അതായത് പൂർവികരിൽ നിന്ന് ലഭിച്ച സംസ്കാരം അല്ലെങ്കിൽ പാരമ്പര്യമായി ലഭിച്ച ഇതാണ് ഈ കല. അദ്ദേഹത്തിന് ഈ കല പാരമ്പര്യമായി ലഭിച്ചതാണ്. ഭാരത് ഹി നഹി ബൽക്കി വിദേശോ മേ ബി ബിർജു മഹാരാജ് ക സ്മരൺ ഉൻകി മൻമോഹക് പ്രസ്തുതിയോ കെ ലിയെ കിയാ ജാത്താ ഹൈ. അതായത് ഭാരതത്തിൽ മാത്രമല്ല വിദേശങ്ങളിലും അദ്ദേഹത്തെ ഓർമ്മിക്കുന്നു. എന്തിനു വേണ്ടിയാണ് ഓർമ്മിക്കുന്നത്? ഉൻകി മൻമോഹക് പ്രസ്തുതിയോ കെ ലിയെ, അദ്ദേഹത്തിൻ്റെ മനസ്സിനെ ആകർഷിക്കുന്ന ഈ പ്രസ്തുതി, അവതരണങ്ങൾ, അദ്ദേഹം നൃത്തങ്ങൾ, കഥക് അവതരിപ്പിക്കുന്നു, മനസ്സിനെ ആകർഷിക്കുന്ന രീതിയിൽ അവതരിപ്പിക്കുന്നു. അതിനാൽ വിദേശങ്ങളിലും, ഭാരതത്തിൽ മാത്രമല്ല വിദേശങ്ങളിലും ആളുകൾ അദ്ദേഹത്തെ ഓർക്കുന്നു. बिरजू महाराज का जीवन शास्त्रीय संगीत के रागों के समान ही उतार चढ़ाव भरा था. ബിർജു മഹാരാജിൻ്റെ ജീവിതം ശാസ്ത്രീയ സംഗീതത്തിലെ രാഗങ്ങളെപ്പോലെ, താളങ്ങളെപ്പോലെ, അതായത് ശാസ്ത്രീയ സംഗീതത്തിന് ശ്രുതി ഉണ്ടാകും, അത് ഉയർന്നും താഴ്ന്നുമൊക്കെ ഇരിക്കും ശാസ്ത്രീയ സംഗീതത്തിൽ. അപ്പം അതേപോലെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും ഉത്താർ ചടാവ് ഭരാത്ത, അതായത് കയറ്റവും ഇറക്കവും ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹം ബുദ്ധിമുട്ടും അനുഭവിച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ ജീവിച്ചിട്ടുമുണ്ട്. अपने जीवन में प्राप्त सफलताओं के लिए उन्होंने कठिन साधना की थी. തൻ്റെ ജീവിതത്തിൽ പ്രാപ്തമായിട്ടുള്ള ലഭിച്ചിട്ടുള്ള സഫലതാവും കേലിയ വിജയത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരുപാട് കഠിൻ സാധന കീതി, കഠിനമായി അദ്ദേഹം പരിശ്രമിച്ചിരുന്നു. കഠിൻ സാധന കീതി എന്ന് പറഞ്ഞാൽ അദ്ദേഹം കഠിനമായിട്ട് പരിശ്രമിച്ചിരിക്കുന്നു, നിരന്തരമായിട്ട് പരിശ്രമിച്ചിരുന്നു. ആയേ ആജ് ഹം പത്മവിഭൂഷൺ ശ്രീ ബിർജു മഹാരാജ് സെ മിലെ. വരൂ, ഇന്ന് നമുക്ക് പത്മവിഭൂഷൺ ശ്രീ ബിർജു മഹാരാജിനെ പരിചയപ്പെടാം. ഇൻസെ ഹമാരാ പരിചയ കർവാ രഹേ ഹെ ആപ്കെ ജേസെ ഹി കുച്ച് ബച്ചെ. അപ്പോൾ അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് ആരാണ്? നിങ്ങളെപ്പോലെയുള്ള കുറച്ച് കുട്ടികളാണ്. ഇതാണ് ബിർജു മഹാരാജ്. ശ്രേയ എന്ന് പറഞ്ഞ കുട്ടി
ചോദിക്കുകയാണ്, അദ്ദേഹത്തോട് ചോദിക്കുകയാണ്. सुना है कि आपका बचपन संघर्षों से भरा हुआ था, अपने बचपन के बारे में कुछ बताएंगे. सुना है कि आपका बचपन संघर्षों से भरा हुआ था. സംഘർഷം എന്ന് പറഞ്ഞാൽ എന്താണ്? കഷ്ടപ്പാട്, ബുദ്ധിമുട്ട്. അപ്പോൾ കേട്ടിട്ടുണ്ട് നിങ്ങളുടെ ജീവിതം കഷ്ടപ്പാടിനാൽ നിറഞ്ഞതായിരുന്നു, ബുദ്ധിമുട്ടുകൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു നിങ്ങളുടെ കുട്ടിക്കാലം. ബച്ചപ്പൻ എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലം. अपने बचपन के बारे में कुछ बताएंगे. നിങ്ങളുടെ കുട്ടിക്കാലത്തെക്കുറിച്ച് ഒന്ന് പറയാമോ, കാര്യങ്ങൾ പറഞ്ഞു തരാമോ? അപ്പോൾ ബിർജു മഹാരാജ് പറയുകയാണ്, एक ज़माना था जब हम लोग छोटे नवाब कहलाते थे. हवेली के दरवाजे पर 8-8 सिपाहियों का पहरा होता था. मेरे बाबूजी के देहांत के बाद आर्थिक परेशानियां बढ़ने लगी. जिन डिब्बों में कभी 3-4 लाख की कीमत के हार हुआ करते थे, वे अब खाली पड़े थे. जीवन में उतार चढ़ाव. അപ്പം അദ്ദേഹം എന്താ പറയുന്നത്, ഏക് സമാന താ ജബ് ഹം ലോഗ് ചോട്ടെ നവാബ് കഹ്ലാത്തെ തെ. നവാബ് എന്ന് പറഞ്ഞാൽ എന്താണ്? മുഗൾ രാജാക്കന്മാർ, അതായത് രാജകീയ ജീവിതം നയിക്കുന്ന ആളുകൾ, ധനികർ. അപ്പോൾ ഒരു കാലഘട്ടമുണ്ടായിരുന്നു, ഒരു സമയമുണ്ടായിരുന്നു, ഏക് സമാന താ, ഒരു സമയമുണ്ടായിരുന്നു, ജബ് ഹം ലോഗ് ചോട്ടെ നവാബ് കഹ്ലാത്തെ തെ, ഞങ്ങളെ ചോട്ടെ നവാബ് എന്നായിരുന്നു വിളിച്ചിരുന്നത്, ആളുകൾ വിളിച്ചിരുന്നത്. അതായത് രാജകീയ ജീവിതമായിരുന്നു, മുഗൾ രാജാക്കന്മാരുടെ പോലത്തെ ജീവിതമായിരുന്നു. ഹവേലി കെ ദർവാസെ പർ 8-8 സിപ്പാഹിയോ കാ പെഹരാ ഹോത്താ താ. കൊട്ടാരത്തിൻ്റെ വാതിൽക്കൽ, ഹവേലി കെ ദർവാസെ പർ, കൊട്ടാരത്തിൻ്റെ വാതിൽക്കൽ 8-8 സിപ്പാഹിയോ കാ, 8 കാവൽക്കാരുടെ പെഹരാ ഹോത്താ താ, അവർ കാവൽ നിൽക്കുമായിരുന്നു. പെഹര എന്ന് പറഞ്ഞാൽ ഗാർഡ്, അവർ കാവൽ നിൽക്കുമായിരുന്നു. മേരെ ബാബുജിക്ക് ദേഹാന്ത് കെ ബാദ്, എൻ്റെ ബാബുജിയുടെ അച്ഛൻ്റെ ദേഹാന്ത് എന്ന് പറഞ്ഞാൽ ഡെത്ത്, മരണത്തിന് ശേഷം ആർത്തിക് പരേഷനിയ ബഡ്നെ ലഗി. ആർത്തിക് എന്ന് പറഞ്ഞാൽ കാശ് സംബന്ധമായിട്ടുള്ള, പൈസ സംബന്ധിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൂടാനായിട്ട് തുടങ്ങി. जिन डिब्बों में कभी 3-4 लाख की कीमत के हार हुआ करते थे, वे अब खाली पड़े थे. ഏത് ഡിബ്ബകളിലാണോ, ഏത് കണ്ടെയ്നറുകളിലാണോ കബി 3-4 ലാഖിക്ക് 3-4 ലക്ഷത്തിൻ്റെ ലക്ഷം വില വരുന്ന മാലകൾ ഉണ്ടായിരുന്നത്, വേ അബ് കാലി പഴയത്, ഇത് അപ്പോൾ കാലിയായി പോയിരുന്നു, ഒന്നും ഉണ്ടായിരുന്നില്ല. അതായത് സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ടി അച്ഛൻ്റെ മരണശേഷം. പെഹര എന്ന് പറഞ്ഞാൽ ഗാർഡ് ചെയ്യുക, ദേഹാന്ത് ഡെത്ത്, മരണം, ആർത്തിക് എന്ന് പറഞ്ഞാൽ ഫൈനാൻഷ്യലായിട്ടുള്ള, സാമ്പത്തികമായിട്ടുള്ള. ജീവൻ മേ ഉത്താർ ചടാവ് തോ ഹോത്താ ഹി ഹെ. ഉത്താർ ചടാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? കയറ്റവും ഇറക്കവും, അതായത് ബുദ്ധിമുട്ടുള്ള സമയവും ഉണ്ടാകും, നന്നായിട്ട് ജീവിക്കാൻ പറ്റിയ സമയവും ഉണ്ടാകും. അപ്സ് ആൻഡ് ഡൗൺസ്, ഉത്താർ ചടാവ്, അപ്സ് ആൻഡ് ഡൗൺസ്. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ നല്ല പണമുള്ള സമയവും ഉണ്ടാകും, കഷ്ടപ്പാടിൻ്റെ സമയവും ഉണ്ടാകും. സബ് സമയിക്ക ചക്ര, എല്ലാം സമയത്തിൻ്റെ, അതായത് സമയിക്ക ചക്രം എന്ന് പറയുന്നത് ചിലപ്പോൾ സമയം നല്ലതാകും, ചിലപ്പോൾ ചീത്തയാകും, അല്ലേ? കയറ്റവും ഇറക്കവും ഒക്കെ ഉണ്ടാകും ജീവിതത്തിൽ. ധനമുള്ള സമയവും ദാരിദ്ര്യമുള്ള സമയവും ഉണ്ടാകും. സംഘർഷോं के दौर में मेरी सबसे बड़ी सहयोगी मेरी माँ थी. സഹയോഗി എന്ന് പറഞ്ഞാൽ എന്താണ്? സഹयोग करने वाला, അതായത് എൻ്റെ കൂടെ നിൽക്കുന്ന, എൻ്റെ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ആൾ ആരായിരുന്നു? അമ്മയായിരുന്നു. സംഘർഷോക്കെ ദൗർമേ, ഇങ്ങനെ കഷ്ടപ്പാടിൻ്റെ സമയത്ത്, ഇങ്ങനെ ബുദ്ധിമുട്ടുന്ന സമയത്ത് എൻ്റെ കൂടെ നിന്ന ആളാരായിരുന്നു? എൻ്റെ അമ്മയായിരുന്നു. കബി കർജ് ലേത്തെ തേ തോ കബി പുരാനി സരി കി സാഡിയ ജലാകർ ഉൻകെ സോനെ ചാന്തി കെ താർ ബേച്ച്തേ തേ. കബി കർജ് ലേത്തെ തേ, കർജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോൺ. അതായത് ചിലപ്പോഴൊക്കെ കടം വാങ്ങുമായിരുന്നു, ആരുടെങ്കിലും കടം വാങ്ങുമായിരുന്നു. തോ കബി പുരാനി സരീക്കി സാഡിയ, അതായത് ചിലപ്പോഴൊക്കെ പഴയ സാരി, ജലാക്കർ, പഴയ സാരികൾ കത്തിച്ചിട്ട് അതിൻ്റെ, സരീക്കി സാരി എന്ന് പറഞ്ഞാൽ സ്വർണ്ണ നൂലുകൊണ്ട്, ഗോൾഡൻ വർക്കൊക്കെ ഉള്ള അല്ലെങ്കിൽ സിൽവർ നൂലുകൊണ്ടൊക്കെ ഉള്ള വർക്കുള്ള സാരികൾ കത്തിച്ചിട്ട് അതിൽ നിന്ന് സോനെ ചാന്തിക്ക് താർ ബേച്ച്തേ, അതിൽ നിന്ന് ലഭിക്കുന്ന സ്വർണത്തിൻ്റെയും സിൽവറിൻ്റെയൊക്കെ ആ താറ്, ആ നൂലുകൾ വിൽക്കുമായിരുന്നു. ബേച്ച്തേ, വിൽക്കുമായിരുന്നു. ഓർ ഗുസാര കർത്തേത്തെ, എന്നിട്ട് ഉപജീവനം നടത്തിയിരുന്നു. ഗുസാര എന്ന് പറഞ്ഞാൽ ഉപജീവനം. ചിലപ്പോഴൊക്കെ അമ്മ എന്ത് ചെയ്യുമായിരുന്നു?
കടം വാങ്ങുമായിരുന്നു, ആരോടെങ്കിലും കടം വാങ്ങുമായിരുന്നു. കർജ് എന്ന് പറഞ്ഞാൽ ലോൺ. ചിലപ്പോഴൊക്കെ പുരാനി സരീക്കി സാരി, അതായത് കസവ് നൂല് കൊണ്ടൊക്കെ ഉള്ള, സ്വർണത്തിൻ്റെയും സിൽവറിൻ്റെയൊക്കെ ആ നൂല് കൊണ്ടുള്ള സാരികൾ കത്തിച്ചിട്ട്, പഴയ സാരികൾ കത്തിച്ചിട്ട് അതിൽ നിന്ന് ലഭിക്കുന്ന ആ സോനെ ചാന്ദിക്ക് താർ, അതിൻ്റെ ആ നൂലുകൾ അത് വിറ്റിട്ട് ഗുജാര കർത്തേ थे, ഉപജീവനം നടത്തിയിരുന്നു. നൃത്യക്ക് കാര്യക്രമോ സെ ബി കബി കബി പൈസ ആ ജാതാ था. അപ്പം നൃത്തം ചെയ്യുന്നത് കൊണ്ട്, പരിപാടികൾ നടത്തുന്നത് കൊണ്ട് ചിലപ്പോഴൊക്കെ പണം ലഭിക്കുമായിരുന്നു. ദിൻമേ ഖാന ഖാത്തേ थे तो रात को कई बार नहीं भी खाते थे. പകൽ ഭക്ഷണം കഴിക്കുമായിരുന്നെങ്കിലും ചിലപ്പോഴൊക്കെ കൈ ബാർ നെഹി ബി ഖാത്തേ थे, രാത്രിയിൽ ചിലപ്പോഴൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. अम्मा बार बार यही कहा करती थी, खाने को भले ही चना मिले या कुछ भी न मिले पर अभ्यास ज़रूर करो. खाने को भले ही चना मिले या कुछ भी न मिले എന്ന് പറഞ്ഞാൽ ചാഹെ സാധാരണ ഭോജൻ മിലെ യാ ബിൽക്കുൽ ന മിലെ, അതായത് സാധാരണ ഭക്ഷണം ലഭിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഒന്നും ലഭിച്ചില്ലെങ്കിലും. അതെ, ബിർജു മഹാരാജിൻ്റെ അമ്മ എന്താണ് പറയുന്നത്? സാധാരണ ഭക്ഷണം ലഭിക്കുകയാണെങ്കിലും ഒന്നും ലഭിച്ചില്ലെങ്കിലും അഭ്യാസ് സരൂർ കരോ, എന്തായാലും നൃത്തം പ്രാക്ടീസ് ചെയ്യണം. ചന എന്ന് പറഞ്ഞാൽ കടല എന്നാണ് അർത്ഥം. പിന്നീട് തനുശ്രീ ചോദിക്കുകയാണ്, ആപ്നെ കഥക് കിസ്സെ സീക്ക, താങ്കൾ കഥക് ആരിൽ നിന്നാണ് പഠിച്ചത്? बिरजू महाराज. मेरे गुरु थे मेरे पिता अच्चन महाराज और चाचा शंभू महाराज और ലച്ചു മഹാരാജ്. അപ്പോൾ എൻ്റെ ഗുരുക്കന്മാരായിരുന്നു എൻ്റെ പിതാവായ അച്ഛൻ മഹാരാജും പിന്നീട് ചാച്ച ഇളയച്ചന്മാരായ ശംഭു മഹാരാജും പിന്നെ ലച്ചു മഹാരാജും. घर में चूँकि कथक का माहौल था, अतः औपचारिक प्रशिक्षण शुरू होने से पहले ही मैं देख देख कर कथक सीख गया था. घर में चूँकि कथक का माहौल था, വീട്ടിൽ കഥക്കിൻ്റെ ഒരു അന്തരീക്ഷമായിരുന്നു. മാഹോൽ എന്ന് പറഞ്ഞാൽ എൻവയൺമെൻറ്റ്, അതായത് കഥക്കിൻ്റെ ഒരു അന്തരീക്ഷമായിരുന്നു. എല്ലാവരും കഥക് നൃത്തം ചെയ്യുന്ന ആളുകളായിരുന്നു. अतः औपचारिक प्रशिक्षण शुरू होने से पहले ही मैं देख देख कर कथक सीख गया था. അതായത് ഫോർമൽ ട്രെയിനിങ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഞാൻ വീട്ടിൽ നിന്ന് കണ്ട് കഥക്ക് പഠിച്ചു കഴിഞ്ഞിരുന്നു. ഇളയച്ചന്മാരിൽ നിന്നും അച്ഛനിൽ നിന്നുമൊക്കെ കണ്ട് പഠിച്ചു കഴിഞ്ഞിരുന്നു. और नवाब के दरबार में नाचने भी लगा था. അതുകൂടാതെ നവാബിൻ്റെ, മുഗൾ രാജാക്കന്മാരുടെ രാജസദസ്സിൽ നൃത്തം വയ്ക്കാനും തുടങ്ങിയിരുന്നു, പോകുമായിരുന്നു. कथक की तालीम शुरू करते समय गुरु शिष्यों को गंडा या ताबीज़ बांधते हैं. കഥക് की താലീം എന്ന് പറഞ്ഞാൽ എന്താണ്? ശിക്ഷ അല്ലെങ്കിൽ ആ അറിവ്, ആ പഠനം തുടങ്ങുന്നതിൻ്റെ മുന്നേ തന്നെ ഗുരു ശിഷ്യന്മാർക്ക് ഗണ്ട ബാന്ധത്തെ ഹെ. ഗണ്ട എന്ന് പറഞ്ഞാൽ എന്താണ്? രക്ഷ കിട്ടുന്നു. താബീസ്, അതായത് ഒരു രക്ഷ കിട്ടുന്നു. അവർ ശിഷ്യ ഗുരുക്കോ ബേണ്ട് ദേത്തെ ഹെ. അപ്പോൾ തിരിച്ച് ശിഷ്യന്മാരെന്താണ് ചെയ്യുന്നത്? ഗുരുക്കന്മാർക്ക് ബേണ്ട് ദേത്തെ ഹെ, ഗിഫ്റ്റ് കൊടുക്കുന്നു. ബേണ്ട് എന്ന് പറഞ്ഞാൽ ഗിഫ്റ്റ് അല്ലെങ്കിൽ പൈസ കൊടുക്കുന്നു. जब मेरी तालीम शुरू होने की बात आई तो ബാബുജി ने कहा. അപ്പോൾ ഞാൻ പഠിക്കേണ്ട സമയമായപ്പോൾ, എൻ്റെ പ്രശിക്ഷൺ എന്നാണ് പറയുന്നത്, താലീം, അതിൻ്റെ സമയമായപ്പോൾ ബാബുജീനെ കഹ, എൻ്റെ ബാബുജി പറഞ്ഞു, അച്ഛൻ പറഞ്ഞു, ബേണ്ട് മിൽനെ പർ ഹി ഗണ്ട ബാന്ധൂങ്ക. ബേണ്ട് മിൽനെ പർ, ഗിഫ്റ്റ് ലഭിച്ചാൽ അല്ലെങ്കിൽ പൈസ ലഭിച്ചാലേ രക്ഷ കിട്ടുകയുള്ളൂ. इस पर अम्मा ने मेरे 2 कार्यक्रमों की कमाई ബാബുജി को बैंड के रूप में दे दी. അപ്പോൾ ഇത് കേട്ടപ്പോൾ അമ്മ എന്ത് ചെയ്തു? എൻ്റെ 2 പ്രോഗ്രാംസിനൊക്കെ പോകാറുണ്ടായിരുന്നല്ലോ, അപ്പോൾ 2 പ്രോഗ്രാംസിന് ലഭിച്ച കമായി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ വരുമാനം, അത് ബാബുജിക്ക്, അച്ഛന് ബേണ്ട് കെ രൂപമേ ദേദി, ഗിഫ്റ്റായിട്ട് അല്ലെങ്കിൽ എന്താ പറയുക, ദക്ഷിണ എന്ന് പറയില്ലേ, ദക്ഷിണയായിട്ട് കൊടുത്തു. ഗിഫ്റ്റായിട്ട് അല്ലെങ്കിൽ പൈസയായിട്ട് അല്ലെങ്കിൽ ദക്ഷിണയായിട്ട് കൊടുത്തു. ഗണ്ട ഗുരു ഓർ ശിഷ്യക്ക് ബീച്ച് പവിത്ര റിഷ്ത ഹോത്താ ഹെ. ഈ ഗണ്ട അതായത് താബീസ്, ഈ രക്ഷയും പിന്നെ ഗുരു ഓർ ശിഷ്യ, ഗുരുവിൻ്റെയും ശിഷ്യൻ്റെയും ഇടയിൽ പവിത്രമായിട്ടുള്ളൊരു ബന്ധമാണ് ഉള്ളത്. മേനെ ആപ് ഈ രസ്മ, ഞാനിപ്പോൾ ഈ രസ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ റിച്വൽ, ഈ ആചാരം കോ ഉൾട്ടാ കർദിയാ ഹെ, ഞാനിപ്പോൾ ഈ ആചാരത്തെ തിരിച്ച് ഇട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഉൾട്ടാ കർദിയാ ഹെ, അതായത് തിരിച്ചാക്കി.
कई वर्षों तक नृत्य सिखाने के बाद जब देखता हूँ कि शिष्य में सच्ची लगन है തബി ഗണ്ട ബാന്ധത്താവും. ഞാനിപ്പോൾ ഈ ആചാരം മാറ്റി എന്നാണ് അദ്ദേഹം പറയുന്നത്. കൈ വർഷവും തക് നൃത്യ സിഖാനേക്ക് ബാദ് ജബ് ദേഖ്താവും. അപ്പോൾ ആദ്യമൊക്കെ എങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്? അച്ഛൻ മഹാരാജാവൊക്കെ ആദ്യം തന്നെ ശിഷ്യന്മാരിൽ നിന്ന് ബാൻഡ് വാങ്ങിക്കും, ഗിഫ്റ്റ് വാങ്ങിക്കും, പിന്നെ അവർക്ക് താബീസ്, അവർക്ക് രക്ഷ കിട്ടും. അപ്പോൾ ഇദ്ദേഹം എങ്ങനെയാണ് മാറ്റിയത്? ഒരുപാട് വർഷങ്ങൾ, കൈ വർഷവും തക്ക് നൃത്യ സിഖാനേക്ക് ബാദ് ഒരുപാട് വർഷങ്ങൾ നൃത്തം പഠിപ്പിക്കും. അതിനുശേഷം ജബ് ദേഖ്താഹും കി ശിഷ്യമേ സച്ചി ലഗൻ ഹെ, ശിഷ്യന്മാരിൽ നല്ല അവർ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, അവർക്ക് നല്ല താല്പര്യമുണ്ട്, ആഗ്രഹമുണ്ട്, അതിനോടുള്ള ലഗൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ നൃത്തത്തോട് അതിയായ ഒരു എന്താ പറയുക, നല്ല താല്പര്യം, നല്ല ഇഷ്ടത്തോടുകൂടി നല്ല ആത്മാർത്ഥതയുണ്ട് എന്ന് അറിഞ്ഞാൽ മാത്രം തബി ഗണ്ട ബാന്ധത്താവും, അപ്പോഴാണ് രക്ഷ കിട്ടുന്നത്. തനുശ്രീ, क्या पढ़ाई या दूसरे कामों के साथ साथ संगीत और नृत्य जारी संभव है? जारी रखना संभव है. പഠായി അതായത് പഠിപ്പിൻ്റെയും ദൂസരേ കാമോക്കെ സാത്ത് സാത്ത് മറ്റ് ജോലികളുടെയൊക്കെ കൂടെ സംഗീത ഓർ നൃത്യ ജാരി രഖന, സംഗീതവും നൃത്തവും കൂടെ നിലനിർത്തി കൊണ്ടുപോകുന്നത് പറ്റുമോ? അങ്ങനെ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുമോ? ബിർജു മഹാരാജ്, യഹ് തോ അപ്നെ സാമർഥ്യ പർ നിർഭർ കർത്താ ഹൈ. ഇത് തൻ്റെ എബിലിറ്റിയിൽ, തൻ്റെ കഴിവിലാണ് ഇത് ആശ്രയിച്ചിരിക്കുന്നത്. സാമർഥ്യം എന്ന് പറഞ്ഞാൽ കഴിവ് അല്ലെങ്കിൽ എബിലിറ്റി. അപ്പം ഇത് ഒരാളുടെ കഴിവിലാണിത് ആശ്രയിച്ചിരിക്കുന്നത്. മേരി ശിഷ്യ ശോഭന നാരായൺ IAS ഓഫീസർ ഹെ और अच्छी नर्तकी भी है. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, എൻ്റെ ഒരു ശിഷ്യയുണ്ട് ശോഭന നാരായൺ, അപ്പോൾ അവർ IAS ഓഫീസറാണ്, പിന്നെ നല്ലൊരു നർത്തകിയുമാണ്. മേ നൃത്യക്ക് സാത്ത് സാത്ത് ബജാത്ത ഓർ ഗാത്ത ബി ഹും. അതേപോലെ ഞാൻ നൃത്തത്തോടൊപ്പം ബജാത്ത അതായത് ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുന്നു, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുന്നുണ്ട്, പാടുന്നുമുണ്ട്. ഗാത്ത ബി ഹും, പാടാറുമുണ്ട്. ഇസ്കെ അതിരിക്ത് നൃത്യ നാട്ടികായെ ഓർ ഉൻകെ ലിയെ സംഗീത ബി തയ്യാർ കർത്താം. ഇത് കൂടാതെ അതിരിക്ത് എന്ന് പറഞ്ഞാൽ കൂടാതെ, നൃത്യനാട്ടിക എന്ന് പറഞ്ഞാൽ നൃത്തവും നൃത്ത നാടകങ്ങൾ, അത് ഓർ ഉൻകെ സംഗീത ബി തയ്യാർ കർത്താം, അതിന് നൃത്ത നാടകങ്ങളും അതിന് വേണ്ടിയിട്ടുള്ള സംഗീതവും ഞാൻ തയ്യാറാക്കുന്നുണ്ട്. മേനെ ജബ് നോക്കരി ശുരു കീ തോ മേരെ ചാച്ചാനെ കഹ തും നോക്കരി മേ ബണ്ട് ജാओगे. ഞാൻ ഒരു ജോലി ആരംഭിച്ചപ്പോൾ, ജോലിയിൽ തുടർന്നപ്പോൾ എൻ്റെ ചാച്ച പറഞ്ഞു, എൻ്റെ ഇളയച്ചൻ പറഞ്ഞു, തും നോക്കരി മേ ബണ്ട് ജാओगे, നീ ഈ ജോലിയിൽ തന്നെ അങ്ങ് മുഴുകിപ്പോവും, അതിൽ മാത്രമായി പോകും നിൻ്റെ ശ്രദ്ധ, നീ അതിൽ മുഴുകിപ്പോവും. തുമ്മാരെ അന്തർക്ക നർത്തക് പൂരി തരഹ് പനപ് നഹി പായേഗ, നിൻ്റെ ഉള്ളിലുള്ള ആ നർത്തകൻ അതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോരാൻ കഴിയില്ല, അതിനെ മെച്ചപ്പെടുത്തി കൊണ്ടുപോരാൻ കഴിയില്ല. നർത്തകോ പൂരി തരഹ് പനപ് നഹി ജായേഗ. പനപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെവലപ്പ്, അതായത് വീണ്ടും അതിനെ മെച്ചപ്പെടുത്തി കൊണ്ടുപോരുക, അതിന് കഴിയില്ല നീ ഇപ്പോൾ ജോലിയിൽ തുടർന്നാലെന്ന് ചാച്ച പറഞ്ഞു. पर मैंने दृढ़ निश्चय किया था कि महाराज बनना है तो उसके लिए मेहनत भी करनी होगी. പക്ഷേ ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു, എന്താണ് ഉറപ്പിച്ചത്? മഹാരാജ് ബന്നാ ഹേ തോ, ഇങ്ങനെ മഹാരാജ് ആകണമെങ്കിൽ ഉസ്കെ ലിയെ, അതിനു വേണ്ടിയിട്ട് മെഹനത്ത് ബി കർണി യോഗി, അതിനു വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്യുക തന്നെ വേണം. മാണിക് എന്നു പേരുള്ള കുട്ടി ചോദിക്കുകയാണ്, കഥക്കി ശുരുവാത്ത് കബ് ഹുയി, ഈ കഥക്കിൻ്റെ ആരംഭം എപ്പോഴായിരുന്നു? ബിർജു മഹാരാജ്, കഥക്കി പരമ്പര ബഹുത് പുരാനി ഹെ. കഥക്കിൻ്റെ ഈ പരമ്പര ഇത് വളരെ പഴയതാണ്, വളരെ പുരാതനമാണ്. മഹാഭാരത് കി ആദി പർവ് और രാമായൺ മേ ഇസ്കി ചർച്ച മിൽത്തി ഹെ. മഹാഭാരതത്തിലെ ആദി പർവിലും പിന്നെ രാമായണത്തിലും ഇതേക്കുറിച്ചുള്ള ചർച്ച കാണപ്പെടുന്നുണ്ട്. പെഹലെ കഥക് രോചക് और अनौपचारिक रूप से കഥ कहने का ढंग होता था. ആദ്യമൊക്കെ കഥക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, പിന്നെ അനൗപചാരിക് ഗ്രൂപ്പ്സ്, അതായത് ഫോമൽ അല്ലാത്ത രീതിയിൽ കഥ പറയുന്ന ഒരു രീതിയായിരുന്നു. ഫോമൽ അല്ലാത്ത രീതിയിൽ, ഒരു നോർമൽ രീതിയിൽ കഥ പറയുന്ന ഡങ്ക് ഹോത്താത്ത, അതായത് ഒരു രീതിയായിരുന്നു.
തബ് യഹ് മന്ദിറോ തക് ഹി സീമിത് താ. അപ്പോൾ ഇത് അമ്പലങ്ങളിൽ മാത്രമായിരുന്നു അവതരിപ്പിച്ചിരുന്നത്. മന്ദിർ ടെമ്പിൾസിൽ മാത്രമായിരുന്നു അവതരിപ്പിച്ചിരുന്നത്. ഹമാരെ ലക്നൗ ഘരാനെ കെ ലോഗ് മൂലതഃ ബനാറസ് ഇലാഹാബാദ് കെ ബീച്ച് ഹരിയ ഗാവ് കെ രഹനെ വാലേ തെ. ഹമാരെ ലക്നൗ ഘരാനെ കെ ലോഗ്, നമ്മുടെ ലക്നൗ ഘരാന എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഹൗസ് ദാറ്റ് ഹാസ് സം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്പെഷ്യാലിറ്റി ഫോർ ഇറ്റ്സ് ഐഡൻറ്റിറ്റി. അതായത് ഒരു വീട് അല്ലെങ്കിൽ ഒരു കുലം, അതിനൊരു പ്രത്യേക ഐഡൻറ്റിറ്റി ഉണ്ട്, ഒരു പ്രത്യേക കാര്യത്തിൽ അത് അറിയപ്പെടുന്നുണ്ട്. അതിനാണ് ഘരാന എന്ന് പറയുന്നത്. അപ്പോൾ ലക്നൗ ഘരാനയിലെ ആളുകൾ ബനാറസ് ഇലാഹാബാദ് കെ ബീച്ച്, ബനാറസിൻ്റെയും ഇലാഹാബാദിൻ്റെയും ഇടയിൽ ഹരിയ എന്ന ഗ്രാമത്തിൽ താമസിക്കുന്നവരായിരുന്നു. വഹാ 989 അതായത് 989 കതികോം കെ ഘർ ഹുവാ കർത്തേ തെ. കതിക് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റോറി ടെല്ലർ, ഇങ്ങനെ കഥ പറയുന്ന ആളുകളുടെ വീടുകൾ ഉണ്ടായിരുന്നു. കതികോം കാ ഏക് താലാബ് അബീബി ഹെ. അപ്പോൾ ഈ സ്റ്റോറി ടെല്ലേഴ്സിൻ്റെ കഥ പറയുന്ന ആളുകളുടെ, കഥാകാരന്മാരുടെ ഒരു താലാബ്, കുളവും അബീബി ഹെ ഇപ്പോഴുമുണ്ട്. ഗാവ് മേ ഏക് ബൈരഗിയ നാല ഹെ. ഗ്രാമത്തിൽ ഒരു നാല, അതായത് ബൈരഗിയ നാല എന്ന് പറഞ്ഞാൽ എന്താണ്? കനാല് പോലത്തെ സ്ഥലമുണ്ട്. ജിസ്കെ സാത്ത് യഹ് കഹാനി ജുഡി ഹെ. അതുമായിട്ട് ഈ കഥ ബന്ധപ്പെട്ടിരിക്കുന്നു. ഏക് ബാർ 9 കതിക് നാലെ കെ പാസ് സെ ഗുസർ രഹേ തെ. അപ്പോൾ ഒരു പ്രാവശ്യം ഒരിക്കൽ 9 കതിക് 9 സ്റ്റോറി ടെല്ലേഴ്സ് ഈ കനാലിൻ്റെ അടുത്തുകൂടെ കടന്നു പോവുകയായിരുന്നു. 3 ടാക്കു വഹ ആ പഹുഞ്ചെ. 3 കൊള്ളക്കാർ അവിടെ എത്തിച്ചേർന്നു. കുച്ച് കതിക് ഡർ ഗയേ കിന്തു ഉൻ കതികോं की कला में इतना दम था कि ടാക്കു सब कुछ भूलकर उन कतिकों के कथक में मग्न हो गए. കുച്ച് കതിക് ഡർ ഗയേ. ഈ കുറച്ച് സ്റ്റോറി ടെല്ലേഴ്സ് പേടിച്ചു പോയി. കഥക് ചെയ്യുന്ന നർത്തകർ അവർ പേടിച്ചു. കിന്തു ഉൻ കതികോं की कला में इतना दम था. പക്ഷേ ആ സ്റ്റോറി ടെല്ലേഴ്സിൻ്റെ കലകളിൽ അത്രയ്ക്ക് അവർക്ക് കഴിവുണ്ടായിരുന്നു. കി ടാക്കു സബ് കുച്ച് ഭൂൽക്കർ. ഈ കൊള്ളക്കാരെ എല്ലാം മറന്നിട്ട് ഉൻ കതികോं के कथक में मग्न हो गए. ആ സ്റ്റോറി ടെല്ലേഴ്സിൻ്റെ കഥക്കിൽ അവരങ്ങ് മുഴുകിപ്പോയി. മഗ്ന हो गए മുഴുകിപ്പോയി. തബ് സെ യഹ് പദ് ലോഗോ മേ പ്രചലിത് ഹോ ഗയ. അന്ന് മുതൽ ഈ വരികൾ, പദ് എന്ന് പറഞ്ഞാൽ വരികൾ, ഈ ലൈൻസ് ആളുകൾക്കിടയിൽ പ്രസിദ്ധമായി. ബൈരഗിയ നാല ജുലും ജോർ 9 കതിക് നച്ചാവേ 3 ചോർ ജബ് തബല ബോലെ ധീൻ ധീൻ തബ് एक एक पर 3 लखनऊ घराने के बाद जयपुर घराने और फिर बनारस घराने का विकास हुआ. ലക്നൗ ഘരാനയ്ക്ക് ശേഷം പിന്നീട് ജയ്പൂർ ഘരാന, പിന്നീട് ബനാറസ് ഘരാന, ഇതെല്ലാം വികസിച്ചു. അതായത് ഒരു സംഗീതത്തിലെ ഒരു പ്രത്യേക പരമ്പര, ഒരു കുലം അല്ലെങ്കിൽ വംശം എന്ന് പറയാം. ശാസ്ത്രീയ സംഗീതത്തിൻ്റെ ഒരു ശൈലിയാണ്. അപ്പോൾ അതെല്ലാം വികസിച്ചു. ലക്നൗ ഘരാന, ജയ്പൂർ ഘരാന, ബനാറസ് ഘരാന അതെല്ലാം വികസിച്ചു. इसके अलावा रायगढ़ के महाराज चक्रधर की भी अपनी अलग शैली थी. ഇതുകൂടാതെ റായ്ഗഡിലെ മഹാരാജ് ചക്രധരനും തൻ്റേതായ ഒരു ശൈലി തന്നെ ഉണ്ടായിരുന്നു. ശ്രേയ ക്യാ നൃത്യ സീഖ്നെ കെ ലിയെ സംഗീത് ജാന ജറൂരി ഹോത്താ ഹെ. നൃത്തം അഭ്യസിക്കാൻ വേണ്ടിയിട്ട് സംഗീതവും അറിയേണ്ടത് അത്യാവശ്യമാണോ? ജറൂരി ഹോത്താ ഹെ, അത്യാവശ്യമാണോ? ഇപ്പോൾ ബിർജു മഹാരാജ് എന്താ പറയുന്നത്? ഗാന, ബജാന ഓർ നാച്ചന ഈ തീനോ സംഗീത് കാ ഹിസ്സാ ഹെ. അപ്പോൾ പാട്ട് പാടുന്നതും ബജാന മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുന്നതും നാച്ചന നൃത്തം വയ്ക്കുന്നതും ഈ തീനോ സംഗീത് കാ ഹിസ്സാ ഹെ. ഇത് 3 സംഗീതത്തിൻ്റെ ഭാഗങ്ങളാണ്. സംഗീതമേ ലയ ഹോത്തി ഹെ, സംഗീതത്തിൽ താളമുണ്ട്. ഉസ്കാ ഗ്യാൻ ആവശ്യക് ഹെ, അതിൻ്റെ അറിവ് നിർബന്ധമാണ്. നൃത്യമേ ശരീർ ധ്യാൻ और തപസ്യ കാ സാധൻ ഹോത്താ ഹെ. നൃത്തത്തിലെ ശരീരവും മനസ്സും തപസ്സും, അതായത് ശരീരവും അതുമായിട്ട് ഇണങ്ങണം നന്നായിട്ട്. പിന്നെ ധ്യാൻ, ശ്രദ്ധ, മനസ്സിൻ്റെ ശ്രദ്ധയും വേണം. തപസ് അതും വേണം. ശരീരവും മനസ്സിൻ്റെ ശ്രദ്ധയും പിന്നെ തപസ്സിൻ്റെയും എല്ലാം കൂടിയുള്ളൊരു പരിശ്രമ ഫലമാണ് നൃത്തം. നൃത്യ കർണ ഏക് തരസെ അദൃശ്യ ശക്തിക്കോ നിമന്ത്രൺ ദേനാ ഹെ. നൃത്തം വയ്ക്കുന്നത് ഒരു തരത്തിൽ, ഒരു രീതിയിൽ ഒരു അദൃശ്യമായിട്ടുള്ള ശക്തിയെ
ക്ഷണിക്കുകയാണ്. നിമന്ത്രൺ ദേന ഹെ, ക്ഷണിക്കുന്നത് പോലെയാണ്. കൃഷ്ണ മേരെ അന്തർ സമാവോ ഓർ നാച്ചോ, കൃഷ്ണ എൻ്റെ ഉള്ളിലേക്ക് അങ്ങ് ചേരൂ, എന്നിട്ട് നൃത്തം വയ്ക്കൂ. കൃഷ്ണ മേരെ അന്തർ സമാവോ ഓർ നാച്ചോ. സമാവോ എന്ന് പറഞ്ഞാൽ ചേരൂ, കൂടിച്ചേരൂ. നൃത്യ ഹി നഹി ഹമാരി ഹർ ഗതിവിധി മേ ലയ് ഹോത്തി ഹെ. നൃത്തത്തിൽ മാത്രമല്ല നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളിലും, ഗതിവിധി എന്ന് പറഞ്ഞാൽ എന്താണ്, ഓരോരോ ആക്ഷൻസ്, അതിലൊക്കെ താളമുണ്ട്, ലയമുണ്ട്. ഗസിയാര ഗാസ് കോ ഹാത്ത് സെ പകടിക്കർ ഉസ് പർ ഹസിയ മാർത്ത ഹെ. അതായത് പുല്ല് വെട്ടുന്ന ആൾ പുല്ല് കയ്യിൽ പിടിച്ചിട്ട് അതിൽ അരിവാൾ കൊണ്ട് ഇങ്ങനെ ആഞ്ഞ് വീശുന്നു അല്ലേ, അങ്ങനെ പുല്ല് വെട്ടുന്നു. ഹസിയ എന്ന് പറഞ്ഞത് അരിവാൾ. और फिर घास हटाता है, എന്നിട്ട് പുല്ല് മാറ്റുന്നു. मारने और हटाने की इस सिलाई में ज़रा भी गड़बड़ी हुई नहीं कि उसका हाथ गया. അപ്പോൾ ഇങ്ങനെ പുല്ല് ഒരു കയ്യിൽ പിടിച്ചിട്ട് മറ്റേ അരിവാൾ കൊണ്ട് അതിങ്ങനെ വെട്ടുന്നു. അതിലെന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചാൽ, ഒരേ രീതിയിലല്ല ചെയ്തതെങ്കിൽ എന്തെങ്കിലും ഒരു ഗഡ്ബടി ഹുയിത്തോ, എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിച്ചാൽ കയ്യിൽ പറ്റും, അരിവാൾ പറ്റും അല്ലേ, കൈ മുറിയും. ലൈ ഹർ കാമുമേ നൃത്യമേ ജീവന്മേ സന്തുലൻ ബനായ രക്തി ഹെ. ഈ താളം ഓരോരോ ജോലികളിലും നൃത്തത്തിലും ജീവിതത്തിലും ഒക്കെ അതിനെ സന്തുലൻ ബനായ രക്തിയെ ബാലൻസ് ആക്കി കൊണ്ടുപോകുന്നു, അതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നു. ലൈ ഏക് തരഹ ആവരൺ ഹെ. ഈ താളം ഒരു തരത്തിലൊരു കവറിംഗ് ആണ്, ആവരണമാണ്. ജോ നൃത്യക്കോ സുന്ദരത പ്രദാൻ കർത്തി, നൃത്തത്തെ സുന്ദരമാക്കി മാറ്റുന്നു, ഭംഗിയുള്ളതാക്കി മാറ്റുന്നു. അഗർ നർത്തകക്കോ സുർ താളക്കി സമജ് ഹേ തോ വ ജാൻ പായേഗാ കി യഹ് ലഹര ടീക്ക് നഹി ഹെ. അപ്പോൾ നർത്തകന് സ്വരത്തിൻ്റെയും താളത്തിൻ്റെയും ഒക്കെ അതിൻ്റെയൊക്കെ അർത്ഥം അറിയാമെങ്കിൽ, അതേക്കുറിച്ച് നന്നായിട്ട് അറിയാമെങ്കിൽ അവന് മനസ്സിലാകും ഇതിൻ്റെ ഇത് ശരിയില്ല, ഈ ലഹര ടീക്ക് നഹി, ഇതിൻ്റെ നൃത്തത്തിൻ്റെ രീതി ശരിയല്ലെങ്കിൽ അത് പെട്ടെന്ന് മനസ്സിലാകും. ഇസ്കെ മാധ്യം സെ നൃത്യ അംഗോമേ പ്രവേശ് നഹി കരേഗ. ഇതിലൂടെ ശരീരത്തിലേക്ക് നൃത്തം പ്രവേശിക്കില്ല. അതായത് അതൊരു പ്രത്യേക കഴിവ് തന്നെയാണ്. എല്ലാം അറിഞ്ഞാൽ മാത്രമേ അത് പ്രത്യേകമായ താളവും ലയവും ഒക്കെ ഉണ്ട് എങ്കിൽ മാത്രമേ അത് ശരിയായിട്ട് ചെയ്യാൻ കഴിയുകയുള്ളൂ, നൃത്തം വയ്ക്കാൻ കഴിയുകയുള്ളൂ. തനുശ്രീ ആപ്നെ കഥക് മേ കൈ ചീസേ ബി ജോഡി ഹേന. തനുശ്രീ ചോദിക്കുകയാണ്, നിങ്ങൾ കഥക്കിൽ ഒരുപാട് പുതിയ കാര്യങ്ങൾ കൂട്ടിച്ചേർത്തിട്ടില്ലേ? ബിർജു മഹാരാജ് കഥക്ക് പുരാനി പരമ്പര കോ തോ കായം രക്കാ ഹെ. കഥക്കിൻ്റെ പഴയ ആ പരമ്പരയെ ഞാൻ അങ്ങനെ തന്നെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്, പരമ്പര ട്രഡീഷൻ. ഉസ്കെ പ്രസ്തുതീകരൺ മേ ബദലാവ് കിയേ ഹെ. അതിൻ്റെ പ്രസൻറ്റേഷനിൽ ഞാനൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. हमने गौर किया कि हमारे चाचा लोग और बापूजी नाचते तो खूबसूरत थे ही उनके खड़े होने का अंदाज़ भी निराला होता था. അപ്പം ഞങ്ങൾ നോട്ടീസ് ചെയ്തിരുന്നു, ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. हमने गौर किया कि ഞാൻ ശ്രദ്ധിച്ചിരുന്നു, ഞങ്ങളുടെ ചാച്ച ഇളയച്ചനും ഓർ ബാബുജി അച്ഛനുമൊക്കെ നൃത്തം വയ്ക്കുമ്പോൾ നല്ല ഭംഗിയായിരുന്നു. ഖൂബ്സൂരത്ത് തേഹി, നല്ല ഭംഗിയായിരുന്നു. അതുകൂടാതെ ഉൻകി ഖടേ ഹോനേക്ക അന്താസ്, അവർ നിൽക്കുന്ന ആ ഒരു സ്റ്റൈല് അതുല്യമായിരുന്നു. അന്താസ് എന്ന് പറഞ്ഞ സ്റ്റൈൽ, അത് നിരാല ഹോത്താത്ത, അതും ഒരു അതുല്യമായിരുന്നു. ഹംനെ ഉൻ ബാവു ഭംഗി മാവും കോബി കഥക് മേ ഷാമിൽ കർ ലിയ. ഞങ്ങൾ ആ ബോഡി ലാംഗ്വേജും അവരുടെ ആ ബോഡി ലാംഗ്വേജും അതും കഥക്കിൽ ഞങ്ങൾ കൂട്ടിച്ചേർത്തു. ഷാമിൽ കർ ലിയ, കൂട്ടിച്ചേർത്തു. ചാച്ചാ ലോഗ് ഓർ ബാബുജി ഹമാരെ ലിയെ ബ്രഹ്മ വിഷ്ണു. ചാച്ചാ ലോഗും എൻ്റെ ഇളയച്ചന്മാരും എൻ്റെ അച്ഛനും എനിക്കൊരു ബ്രഹ്മ വിഷ്ണു മഹേഷ് പോലെയാണ്. ഹംനെ തീനോ കി ശിക്ഷാക്കോ ഇക്കട്ടാ കർക്കെ ഏക് നയാ രൂപ് തയ്യാർ കിയ. ഞങ്ങൾ 3 പേരുടെയും അവരുടെ അറിവ് കൂട്ടിച്ചേർത്ത് ഒരു പുതിയ രൂപം തയ്യാറാക്കി. इसी प्रकार टैगोर त्यागराज आदि कई आधुनिक कवियों की रचनाओं को लेकर भी कथक रचनाएं तैयार की. ഇതുകൂടാതെ ടാഗോർ, ത്യാഗരാജ് തുടങ്ങിയ ആധുനിക കവികളുടെ രചനകളും ഞങ്ങൾ എടുത്തിട്ട് അത് കഥക് രചനയെ തയ്യാറാക്കി. ഈ കഥക് രചനകൾ ഞങ്ങൾ തയ്യാറാക്കി.
കുട്ടികളെ ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ പാഠത്തിൻ്റെ അടുത്ത ഭാഗങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ മനസ്സിലാക്കാം. If you like this video, don't forget to like, share and subscribe so you can join me again for our next lesson. See you in the next video.